ആ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവിതം ഒരു വലിയ സമര ജീവിതമായിരുന്നില്ലേ? കെ എസ് സി ബിയിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് ഇലക്ട്രിസിറ്റി സെക്ടറിൽ ഞാൻ പവർ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്നുള്ള എനിക്ക് പരിചയമുണ്ട്. കാരണം പവർ സെക്രട്ടറി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എക്സ് ഒഫീഷ്യോ ഡയറക്ടറാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ എല്ലാ ബോർഡ് മീറ്റിങ്ങിലും അദ്ദേഹം പങ്കെടുക്കേണ്ടതാണ്, ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം പറയേണ്ടതാണ്. അപ്പോൾ എനിക്ക് ആ 2 കൊല്ലത്തെ പിള്ള സാർ ഉള്ള സമയത്തെ എല്ലാ പ്രയർ ഗവൺമെൻറ്റുമായിട്ടുള്ള ഇടപാടുകളിലും എനിക്ക് പങ്കുള്ളതുകൊണ്ട്, ഇൻക്ലൂഡിങ് ദിസ് പവർ ഹൈവേസ്, കൂടാംകുളം ഇവാക്യുവേഷൻ ഹൈവേ, അതുപോലെ ഉടുപ്പി പവർ ഹൈവേ, മേജർ ട്രാൻസ്മിഷൻ പ്രോജക്ട്സ്, ഗവൺമെൻറ് ഇൻവോൾവ് ആവുന്ന പ്രോജക്ട്സിലെല്ലാം എനിക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു വിദൂര ചിത്രം ആ ബോർഡിനെ കുറിച്ചുണ്ട്. പക്ഷേ അതിൻ്റെ 7ാം നിലയിൽ ഈ പട്ടത്തെ ഓഫീസിൽ പോയി വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പുരുഷായുസിലെ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. മറ്റൊരു ഓർഗനൈസേഷൻ പോലെയല്ല, വളരെ വേർവിത്താൽ ആവശ്യമുള്ള, വളരെ സ്ട്രെയിൻ എടുക്കാൻ പറ്റുന്ന ഒരാളിനെ 7 കൊല്ലമൊക്കെ അവിടെ ഇരുന്ന ആൾക്കാർ എങ്ങനെ സർവൈവ് ചെയ്തെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം അവിടുത്തെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് അതൊരു പ്രൊഫഷണൽ പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് പകരം അത് ഒട്ടൊക്കെ കുറേ യൂണിയൻ രാഷ്ട്രീയ പ്രേരിതമായിട്ട് നടക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിപ്പോയി. ഇനി അതിന് വലിയ രക്ഷയൊന്നുമില്ല. ഇപ്പോൾ ഗവൺമെൻറ്റുകൾ മാറി വന്നെന്ന് വെച്ചാൽ ആ സിറ്റുവേഷന് ഒരു യൂണിയന് പകരം മറ്റേ യൂണിയൻ കൈയടക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ കണ്ടതായ സംഗതി. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഞാൻ വിചാരിക്കുന്ന ആ 12 മാസം കെ എസ് സി ബിക്ക് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസും, കെ എസ് സി ബി അതിൽ എതിർത്തവരുണ്ടായിരുന്നെങ്കിൽ പോലും ഒരുപാട് മാറ്റം ആഗ്രഹിക്കുന്നവർ അതുമായിട്ട് സഹകരിച്ചു. അതിൻ്റെ അകത്തുള്ളവർ തന്നെ. അതെ,